ജീവന് ഭീഷണിയുള്ളതിനാൽ മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ട് ശബരിമല ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ശബരിമല സന്ദർശിക്കുന്ന എല്ലാ യുവതികൾക്കും സുരക്ഷ നൽകണം, ശുദ്ധിക്രിയ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമായും കോടതി വിധിയുടെ ലംഘനമായും പ്രഖ്യാപിക്കണം എന്നും റിട്ട് ഹർജിയിൽ ആവശ്യമുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ശബരിമല സന്ദർശനത്തെ തുടർന്ന് ശാരീരികമായി നേരിട്ട അക്രമങ്ങളും സമൂഹമാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളും ചൂണ്ടിക്കാട്ടി കനകദുർഗയും ബിന്ദുവും നൽകിയ ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിക്കുക. അടിയന്തരമായി പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് തയ്യാറായ ഹർജിയിലെ ആവശ്യങ്ങൾ ഇങ്ങനെ: ഇരുവർക്കും മുഴുവൻ സമയ സുരക്ഷയൊരുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണം, ശാരീരികമായും സമൂഹമാധ്യമങ്ങളിലൂടെയും അക്രമം നടത്തുന്നവരെ നിയമപരമായി നേരിടണം, എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പോലീസ് സംരക്ഷണത്തോടെ തടസ്സങ്ങളില്ലാതെ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനായി അധികൃതർക്ക് നിർദ്ദേശം നൽകി ഉത്തരവിറക്കണം, 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ പ്രവേശിച്ചാൽ ശുദ്ധിക്രിയ നടത്തുന്നത് വിലക്കണം, ദളിതായ തന്നെ ശുദ്ധിക്രിയയിലൂടെ തന്ത്രി അപകീർത്തിപ്പെടുത്തിയെന്ന് ഹർജിയിൽ ബിന്ദു ആരോപിച്ചിട്ടുണ്ട്. കോടതി ലക്ഷ്യമാണ് തന്ത്രിയുടെ നടപടി. ജീവന് ഭീഷണിയുള്ളതിനാൽ ഒളിവിൽ കഴിയേണ്ടി വന്നു. വീണ്ടും സമാധാനപരമായി ശബരിമലയിൽ പോകാൻ ആഗ്രഹമുണ്ടെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ ആവശ്യത്തിൽ സുപ്രീംകോടതി ഇടപെടുകയോ ഹൈക്കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യാം. മറ്റാവശ്യങ്ങൾ ശബരിമല പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് കോടതി വിടുമോ എന്നാണ് അറിയേണ്ടത്. ന്യൂസ് 18 ഡൽഹി.